കേരളത്തിലെ സെലിബ്രിറ്റികളെല്ലാം ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും കൊടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൺമുന്നിൽ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന യുവത്വങ്ങളെക്കുറിച്ചും അവർ കണ്ടില്ല നടിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ കേരളത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെയും പരീക്ഷാ രംഗത്തെയും തൊഴിൽ രംഗത്തെയും ഒക്കെ തട്ടിപ്പുകൾ കണ്ടാൽ ഈ പാറ്റ സമരം പോലെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർഷം മുഴുവൻ സമരം ചെയ്യേണ്ടി വരും. ഇവിടുത്തെ താരങ്ങൾക്ക്, ഈ പറഞ്ഞ ടോവിനോയ്ക്കും ഒക്കെ ഇവരൊക്കെ കണ്ടില്ലാത്ത നടിക്കുന്നത് മാത്രമാണ്. ഓർമ്മയുണ്ടോ, പോലീസുകാർ കുറേ പേരില്ല റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇവർക്ക് തൊഴിൽ കിട്ടാണ്ട് പോയി 2024 ഇലക്ഷൻ സമയത്ത്. അന്ന് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ പാവപ്പെട്ട കുറേ പോലീസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. അവർക്ക് റാങ്ക് ലിസ്റ്റ് അവരുടെ ഇതായി പോകാൻ പോകുന്നു. ആ നിയമനം നടന്നിട്ടില്ല. റാങ്ക് ലിസ്റ്റ് പേരുകൾ വന്നു, പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് നിയമനം നടത്തിയില്ല. അവസാനം എന്തായി? അത് ക്യാൻസലായി. അതുപോലെ കേരളത്തിൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നിയമനത്തിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ ക്യാൻസലായി പോയെന്നറിയാമോ? എനിക്ക് തന്നെ അറിയാം. പല കേസുകൾ നേരിട്ട് എൻ്റെ ബന്ധുക്കളുടെ വരെയുണ്ട്. അതായത് 2 റാങ്ക് ലിസ്റ്റ് വന്നു, 2 നിയമനം നടന്നില്ല, പോയി. ഇതുപോലെ എത്ര എണ്ണം. എന്നിട്ടോ പാർട്ടിക്കാരെ പിൻവാതിൽ കൂടെ തിരികെ കയറുന്നതിന് വല്ല കുറവുണ്ടായോ? പറഞ്ഞു വരുമ്പോൾ പാർട്ടിക്കാരനായാൽ മതി, അതാണ് ഏറ്റവും വലിയ യോഗ്യത. നിങ്ങൾ SLC പാസ്സായെന്നല്ല, ഡിഗ്രി പാസ്സായെന്നല്ല, നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സായെന്നല്ല, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ അങ്ങനെ വന്നെന്നുള്ളതല്ല. പാർട്ടിക്കാരനായ ജോലി കിട്ടുന്നൊരു സ്ഥിതിയായിരുന്നു. അങ്ങനെ തന്നെ ഉണ്ടായി. ഇതുകൂടാതെ ഈ ഇന്ത്യയിൽ വേറെ എവിടെയില്ലാത്ത മറ്റൊരു തൊഴിൽ തട്ടിപ്പാണ് നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നമ്മളുടെ ആളെ വയ്ക്കുന്നത്. അതൊരു പെർമനൻറ്റ് ജോലിയാണ്. സാധാരണ നമുക്ക് ഒരാൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ എങ്ങനെ വേണം? 55 വയസ്സിൽ ജോലി ചെയ്തിട്ട് പിന്നെ വേണം റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങാനായിട്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഇരുന്നാൽ 2.5 കൊല്ലം കഴിഞ്ഞാൽ തന്നെ, ഇല്ല 5 കൊല്ലം കഴിഞ്ഞാൽ അവന് പെൻഷനാണ്. ഒരു എന്താ വേണ്ടേ? ഒരു നേതാവിന് വാലാട്ടി നിൽക്കുക, എന്നിട്ട് ഒരാൾ മന്ത്രി ആയി കഴിയുമ്പോൾ അവൻ്റെ സ്റ്റാഫിൽ കയറുക. ആ സ്റ്റാഫിൽ കയറി കഴിഞ്ഞാൽ 4-5 കൊല്ലം കഴിയുമ്പോൾ സുന്ദരമായിട്ട് പെൻഷൻ മേടിച്ച് വീട്ടിൽ ഇരിക്കാം. ആജീവനാന്ത പെൻഷൻ കിട്ടുക. എന്തൊരു സുഖമാണെന്ന് ആലോചിച്ച് നോക്കി. ഇത് നടക്കുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ്. എത്ര ഇത് ചെറുപ്പക്കാർക്ക് കിട്ടുന്ന തൊഴിലാണ്. ഇല്ല, ചെറുപ്പക്കാരുടെ തൊഴിലുകളിലേക്ക് മാറ്റി വയ്ക്കേണ്ട പൈസയില്ല ഈ പെൻഷനായിട്ട് പോണത്. ഇതൊരു സ്ഥിര ജോലി ആക്കേണ്ട ആവശ്യം എന്താണ്? ഈ സ്ഥിര ജോലിയല്ല, താൽക്കാലിക ജോലി, പക്ഷേ സ്ഥിര പെൻഷൻ. ഇതാണ് കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ അവസ്ഥ. ഇതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഇന്ന് കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടപ്പുണ്ട്. കേരഫഡിലേക്കുള്ള PSC നിയമനത്തിൻ്റെ. എത്ര PSC തട്ടിപ്പുകളുണ്ടായി. ഇതിനൊക്കെ മകുടം ചേർത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ തട്ടിപ്പിൻ്റെ ഒരു കഥ കേരളത്തിൽ നിന്ന് വരുന്നത്. മലപ്പുറം ഭാഗത്ത് യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ ഡിഗ്രി, നിങ്ങൾക്ക് ഏതൊരു സർട്ടിഫിക്കറ്റ് വേണം, SLC വേണോ, ഡിഗ്രി വേണോ, MSc വേണോ, മറ്റ് PGകൾ വേണോ, PhD വേണോ, എല്ലാം റെഡിയായി കൊടുക്കുന്നതിൻ്റെ സംഘം അവിടെ തട്ടിപ്പ് നടത്തുകയാണ്. സർട്ടിഫിക്കറ്റ് തട്ടിപ്പ്. ഇത് വെച്ച് എത്ര പേര് ഈ നാട്ടിൽ ജോലിക്ക് കയറി? ഇത് വെച്ച് എത്ര പേര് വിദേശത്തെ ജോലികൾക്ക് പോയി? ഈ കേരളത്തിൽ ഇത് നടന്നിട്ട് ഇത് പിടിക്കാൻ ആർക്കെങ്കിലും പറ്റിയോ? ഇതൊരു വല്ലാത്ത കാര്യമല്ലേ? കാസർഗോഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് എംബസി ഒരു സാധനം പാസ്പോർട്ട് വരെ റെഡിയാക്കി കൊടുക്കുന്നവരാണ്. ഇതുപോലെ തട്ടിപ്പ് നടക്കുന്ന ഒരു നാടാണ് കേരളം. നമ്മൾ പറഞ്ഞു ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശി ഇവിടെ വ്യാജ ആധാർ കാർഡുമായിട്ട് കേരളത്തിൽ വരേണ്ടത്. അവൻ വ്യാജ ആധാർ കാർഡ് മാത്രമല്ലേ കൊണ്ടുവന്നുള്ളൂ. ഇവിടെ ഉള്ള സർട്ടിഫിക്കറ്റ് മുഴുവൻ വ്യാജമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് വല്ലതും പിടിക്കാൻ പറ്റിയോ? ഇത് വെച്ച് ജോലിക്ക് കയറിയിട്ട് ഇവിടെ യഥാർത്ഥത്തിൽ പരീക്ഷ എഴുതി പാസ്സായവൻ്റെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് ഈ തട്ടിപ്പുകാർ എത്ര പേര് ജോലിക്ക് കയറിയെന്ന് കേരള സർക്കാരിൻ്റെ ഈ വല്ല കണക്കുണ്ടോ? അതറിയാൻ വേണ്ടിയിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതിനെതിരെ ഇവിടെ ഏതെങ്കിലും താരങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? ഏത് ടൊവിനോ തോമസ്, ഏത് വിസ്മയ, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകനോ, മമ്മൂട്ടിയുടെ മകനോ, ഇവരാരെങ്കിലും ഇത് പ്രതികരിച്ചിട്ടുണ്ടോ? ഇവർക്ക് ഡൽഹി നടക്കുന്ന സമരത്തിൽ പ്രതികരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ നടന്ന ഇത്രയധികം തട്ടിപ്പിൽ എത്രയോ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളിൽ കരുതൽ വീഴ്ച, എത്രയോ പേരുടെ കണ്ണീര് നാട്ടി വീഴ്ത്തിയ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പറ്റാണ്ട് പോണത്? മുമ്പ് ഒരാളെ ഓർമ്മയുണ്ടോ? ഒരു കത്തുകുത്തിൽ പ്രതിയായിട്ട് SFI-കാരൻ ശിവരഞ്ജിത്ത് മറ്റാണ് പേര്, പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ജോലിക്കാരാവുന്നു? ഇല്ല, ഇതുപോലെ എത്രയോ പേര് കയറിയിട്ടുണ്ട്. ആ ഒരാളുടെ കാര്യം വെളി വന്ന ഒരു കേസ് വന്നുകൊണ്ടല്ലേ. ഇതുപോലെ കേസ് വരാത്ത എത്രയോ പേരുണ്ട്. ഇവരൊക്കെ ജോലിക്ക് കയറിയില്ലേ? ഇവരെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ഇല്ല. LDFൻ്റെ കാലം, കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച LDFൻ്റെ കാലത്ത് ഈ തട്ടിപ്പുകളെ കുറിച്ച് എന്തുകൊണ്ടാണ് UDF അന്വേഷിക്കാത്തത്? അതിന് ഒറ്റ കാരണമുള്ളൂ. LDF UDF എന്ന സഖ്യമുണ്ട്. നമ്മൾ ഇന്ത്യ സഖ്യം എന്ന് അതിനെ വിളിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്ന് അവർ വിളിക്കുന്നു, ഇന്ത്യ സഖ്യം എന്ന് മറ്റുള്ളവർ വിളിക്കുന്നു. ആ സഖ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതാണ് ചേട്ടൻ ഭാവി അനിയൻ ഭാവി എന്ന് പറയുന്ന പ്രതിഭാസം. ഇവർ രണ്ടും ഒന്നാണ്, ഒരേതുപോലെ പക്ഷികളാണ്. ഈ കേരളത്തെ തട്ടിപ്പ് നടത്താനും ഈ കേരളത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തൊലയ്ക്കാനും ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു കളയാനും ഇവരൊന്നാണ്. ഇവരതുകൊണ്ട് ഒരക്ഷരം മിണ്ടത്തില്ല. ഇക്കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മിണ്ടേണ്ടി വന്നാൽ, അവർക്ക് സമരത്തിന് പോകേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർഷം മുഴുവൻ സമരം നടത്തേണ്ടി വരും. അത്രയ്ക്കധികം തട്ടിപ്പുകൾ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലേക്ക് സമരം നടത്താൻ വേണ്ടി വണ്ടി കയറിയേക്കുന്നത്. അപലപനീയം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ